ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മാളുവിന്റെ അവകാശികൾ ആരാണ് എന്ന തർക്കം നിലനിർത്തിക്കൊണ്ട് കോടതിയിൽ അതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അവിടെ മഹിയെ വീണ്ടും ചോദ്യം ചെയ്യുവാനായി ഗോകുലിന്റെ വക്കീൽ പ്രതിക്കൂട്ടിലേക്ക് നിർത്തി. അപ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് സാക്ഷിക്കൂട്ടിൽ നിന്നുകൊണ്ട് വക്കീലിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി മഹി നൽകുന്നു. ഈ സമയത്ത് മഹിയുടെ വക്കീലായ ഇന്ദ്രൻ ശരിക്കും മഹിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഗോകുലിന്റെ വക്കീൽ പറയുന്നത് മഹിയും മഹിയുടെ രണ്ടാം ഭാര്യയായ ഗംഗയും ചേർന്ന് മനഃപൂർവ്വം മാളുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അവരുടെ ജീവിതത്തിലേക്ക് മാളു തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മഹി മാളുവിനോട് കപട സ്നേഹം കാണിച്ച് ഗംഗയെ വിവാഹം കഴിക്കാനായി മനഃപൂർവ്വം കാണിച്ച സ്നേഹപ്രകടനങ്ങൾ മാത്രമാണ് മാളുവിനോടുള്ള സ്നേഹമെന്നൊക്കെ അവിടെ വക്കീല് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനായി ശ്രമിക്കുന്നു. മഹി അതെല്ലാം കേട്ട് ആകെ വേദനയോടെ അങ്ങനെ ആ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഗോകുലിന്റെ വക്കീൽ പറഞ്ഞു, ഇനിയും ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കോടതിക്ക് മുന്നിൽ വ്യക്തമായ തെളിവുകൾ സഹിതം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും മാത്രമല്ല മഹിയുടെ ആദ്യ ഭാര്യയായ ഗൗരിയെ കൊലപ്പെടുത്തിയതിന്റെ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മഹിയുടെ ഭാര്യയുടെ അമ്മയായ ഗൗതമി നൽകിയിരിക്കുന്ന കേസിൻ പ്രകാരം അവരുടെ മകളുടെ കുഞ്ഞിനെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നും ആ കുഞ്ഞിന്റെ ജീവനെ ഭയന്ന് മഹിയോടൊപ്പം ആ കുഞ്ഞിനെ ജീവിക്കാൻ വിട്ടാൽ ആ കുഞ്ഞിന്റെ ജീവനും മഹി ആപത്തിലാക്കുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നെന്നും കുഞ്ഞിനെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നും വീണ്ടും വക്കീൽ ആവശ്യപ്പെട്ടു. ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ വാദപ്രതിവാദങ്ങൾക്ക് ശേഷവും അവസാനം ജഡ്ജി ഒരു വിധി പ്രഖ്യാപനത്തിലേക്കായി കടക്കുന്നു. ഈ സമയത്ത് സാക്ഷിക്കൂട്ടി നിൽക്കുന്ന മഹിയെ വിസ്തരിക്കുന്നതിന് വേണ്ടി ഇന്ദ്രൻ അവിടേക്ക് എത്തി. ഇന്ദ്രൻ മഹിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ മകളായ മാളുവിനെ നിങ്ങൾ മനഃപൂർവ്വം ഏതെങ്കിലും കാരണത്താൽ അപായപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഗംഗയെ വിവാഹം കഴിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് എന്ന് അന്വേഷിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാനായി എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ശ്രേയ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുള്ളത്. എന്നാൽ ശ്രേയയും എൻ്റെ മോളും തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും അമ്മയും മകളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. കാരണം എപ്പോഴും എൻ്റെ മാളുവിന് ഇഷ്ടം ഗംഗയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഗയോടാണ് മാളുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയിട്ടുള്ളത്. ഗംഗയെ മാളു സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ മകൾ ആഗ്രഹിച്ചത് ഗംഗ തന്നെ മാളുവിന്റെ അമ്മയായി വരണമെന്നതായിരുന്നു. എൻ്റെ മോളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് വിവാഹ ദിവസവും എൻ്റെ മോൾ എന്നോട് ആവശ്യപ്പെട്ടത് ഗംഗ തൻ്റെ അമ്മയായി വരണമെന്നതായിരുന്നു. എൻ്റെ മോളുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ മറ്റൊരു വിവാഹത്തിന്, എൻ്റെ മോൾക്ക് ഒരമ്മയെ വേണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് മറ്റൊരു വിവാഹത്തിന് തന്നെ ഞാൻ തയ്യാറായത്. അതും അവൾ ആഗ്രഹിക്കുന്ന ആൾ തന്നെ അവളുടെ അമ്മയായി വരണമെന്ന ചിന്ത കൊണ്ട് മാത്രം ഞാൻ ഗംഗയെ വിവാഹം കഴിച്ചത് എന്ന് മഹി അറിയിച്ചു. അതുമാത്രമല്ല, ഗംഗയാണ് പലപ്പോഴും മാളുവിനെ പല ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മാളുവിന്റെ ജീവൻ രക്ഷിച്ചെടുക്കാനായി ഗംഗ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ മോള് കിണറ്റിൽ വീണ് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അന്ന് ഫയർഫോഴ്സുകാരും പോലീസുകാരെ പോലും ഭയന്ന് പിന്മാറുന്ന സാഹചര്യത്തിൽ സ്വന്തം ജീവൻ പോലും വിലമതിക്കാതെ എൻ്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഗംഗയാണ് അന്ന് ആ കിണറ്റിലിറങ്ങി എൻ്റെ മോളെ രക്ഷിച്ചത് എന്ന് മഹി അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ ഇതാണ് എൻ്റെ കക്ഷിക്ക് കോടതിയോട് ബോധിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞ് തന്റെ വിസ്താരം അവസാനിപ്പിച്ചതായി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് മാറുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഉടനെ ജഡ്ജി പറഞ്ഞു, എന്നാ ഇനി എനിക്ക് കേൾക്കേണ്ടത് ഇവിടെയുള്ള വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം ഞാനൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ കേസിന്റെ പ്രധാന പ്രതിയായി ഈ കേസിന്റെ പ്രധാന സാക്ഷിയാണ് മാളു. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അഭിപ്രായമാണ് ഇനി അറിയേണ്ടത് എന്ന് അറിയിച്ചു. അങ്ങനെ മാളുവിനെ വിസ്തരിക്കാനായി അവിടെ സാക്ഷിക്കൂട്ടിലേക്ക് വിളിപ്പിച്ചു. ഗൗതമി മാളുവിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് മാറുന്നു. ഉടനെ തന്നെ ഗോകുലിന്റെ വക്കീല് അവിടേക്ക് വന്ന് മാളുവിനോട് പേര് ചോദിച്ചു. മാളവിക മഹേശ്വർ എന്ന് മാളു മറുപടി നൽകി. അച്ഛന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ മാളു മഹേശ്വർ എന്ന് മറുപടി നൽകി. അമ്മയുടെ പേരോ എന്ന് ചോദിച്ചതും മാളു ഗംഗയെ നോക്കുന്നു. ഉടനെ തന്നെ കുറച്ചു നേരത്തേക്ക് ശേഷം മാളു പറഞ്ഞു, ഗൗരി. അമ്മയുടെ പേര് ഗൗരി എന്ന് മാളു മറുപടി പറയുന്നു.
ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് മാളുവിന്റെ സാക്ഷിമൊഴി എന്താണ് വരുന്നതെന്നറിയാനായി, മാളു നൽകുന്ന മൊഴി കേൾക്കാനായി ഗൗരിയുടെ ആത്മാവും എത്തിച്ചേർന്നു. ഉടനെ എല്ലാവരും ആകാംക്ഷയോടെ മാളു എന്താ പറയുന്നതെന്ന് കേൾക്കാൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, മോളെ മോളെ ആരാണ് കിണറ്റിലിട്ടത് എന്ന്, മോളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നൊക്കെ മാളുവിനോട് ഗോകുലിന്റെ വക്കീൽ അന്വേഷിച്ചു. മാളു അത് തന്റെ ഓർമ്മയിലേക്ക് വരാത്തത് കൊണ്ട് ആകെ ടെൻഷനോടെ എന്ത് പറയണമെന്നറിയാതെ ആശങ്കയോടെ അന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാനാകാത്ത വിഷമത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ ഗോകുലിന്റെ വക്കീൽ ചോദിച്ചു, മോളെ മോളെ ആരോ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ദാ ആ നിൽക്കുന്ന ഗംഗയല്ലേ മോളെ അന്ന് കിണറ്റിലേക്ക് ഇട്ടത് എന്ന് ഗോകുലിന്റെ വക്കീൽ മാളുവിനോട് ചോദിക്കുന്നു. മാളുവിന്റെ ഓർമ്മയിൽ ഒരു മങ്ങിയ ചിത്രം മാത്രമാണ് അന്ന് ആ കിണറ്റിൽ ചെന്ന് വീഴുന്നതായിട്ടും തന്നെ വലിച്ചെറിഞ്ഞതായിട്ടും തോന്നുന്നത്. അതാരാണെന്ന് പറയാൻ മാളുവിന് സാധിക്കാതെ പോകുന്നു. ഈ സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടെ നിന്ന് മോളെ പറയൂ, ആരാണെന്ന് പറയൂ എന്ന് അവിടെ നിന്ന് പറയുന്നതിനിടയിൽ മാളുവിന് ഓർമ്മ തിരിച്ചു കിട്ടാത്തതിന്റെ വിഷമത്തിൽ അങ്ങനെ മാളു നിൽക്കുമ്പോൾ ഉടനെ തന്നെ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഗംഗയെ ചൂണ്ടി ഗോകുലിന്റെ വക്കീൽ ചോദിച്ചു, ആയിരിക്കുന്ന ഗംഗയല്ലേ മോളെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്? ആ ചോദ്യം കേട്ടതോടെ മാളു ആകെ ഞെട്ടുന്നു. ഉടനെ തന്നെ ഇന്ദ്രൻ വേഗം ആ വാദം ക്രോസ് ചെയ്തു. ഉടനെ തന്നെ അതിന് ജഡ്ജ് അനുമതി നൽകിയതും ഇന്ദ്രൻ പറഞ്ഞു, മൈലോഡ്, എന്റെ കക്ഷിയുടെ മേൽ കുട്ടിക്ക് ഈ വീഴ്ചയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്ക് പലതും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് കുട്ടി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടി എന്ത് മറുപടി നൽകണമെന്ന് അറിയാതെ, യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്താനാകാതെ കുട്ടിയെ വെറുതെ തെറ്റിദ്ധാരണയുണ്ടാക്കി കുട്ടിയുടെ മനസ്സിനെ കൂടുതൽ ഇച്ഛാഭംഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്റെ എതിർഭാഗം വക്കീൽ ശ്രമിക്കുന്നത്. വെറുതെ ഒരാളെ ചൂണ്ടിക്കാട്ടി ആ ആളുടെ മേൽ ആരോപണം നടത്താനാണ്, ഇവിടെ ഇപ്പോൾ അയാളെ പ്രതിയാക്കാനാണ് എന്റെ എതിർഭാഗം വക്കീൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മ തിരിച്ചു കിട്ടാത്ത കുട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന് ഇന്ദ്രൻ അവിടെ വാദിക്കുന്നത് കേട്ട് അവസാനം ജഡ്ജിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ജഡ്ജി അതോടെ ഗോകുലിന്റെ വക്കീലിനെ താക്കീത് ചെയ്തു. കുട്ടിയുടെ മാനസിക സംഘർഷം കൂട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും ഇവിടെ ചോദിക്കേണ്ട എന്ന് വക്കീലിനെ ജഡ്ജി താക്കീത് ചെയ്യുന്നു. അത് കേട്ട ആ നിമിഷം ഗംഗ തന്റെ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചു, ശ്രീ മഹേശ്വര, മാളുവിന് എല്ലാം ഓർമ്മ തിരികെ വരണേ, ഞങ്ങൾക്ക് മാളുവിനെ തിരിച്ചു നൽകണേ എന്ന് മനമൊരുക്കി അങ്ങനെ ഗംഗ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാളുവിന് അന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ കഴിയാത്തതിന് നിരാശയിൽ മാളു ആകെ ടെൻഷനോടെ ആ സാക്ഷിക്കൂട്ടിൽ അങ്ങനെ നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ വിഷമത്തോടെ പരിഭ്രമത്തോടെ മോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഗോകുലും ഗൗതമിയും മോള് എന്താ പറയുകയെന്നും, ഇനി അഥവാ മോൾ എന്തെങ്കിലും സാക്ഷിമൊഴി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേസ് അനുകൂലമാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ എന്ന നിരാശയിൽ അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് ഗോകുലിന്റെ വക്കീൽ പറഞ്ഞു, മൈലോഡ്, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മോൾക്ക് യഥാർത്ഥത്തിൽ തനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ എന്റെ കക്ഷിയായ ഗൗരിയുടെ അമ്മ ഗൗതമിക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു നൽകണമെന്നും കുഞ്ഞിന്റെ മേലുള്ള അവകാശവും കുഞ്ഞിനെ ഇനി മുന്നോട്ട് കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങളും ആ സ്ത്രീക്ക് തന്നെ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ തന്റെ ഭാഗം ശക്തമായി തന്നെ വാദിക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മാളുവിന്റെ മനസ്സിലേക്ക് അല്പസമയത്തേക്ക് ആ നടന്നുപോയ സംഭവങ്ങൾ വന്നു ചേരുന്നു. ആ സമയത്തിനിടയിൽ ജഡ്ജി അന്നത്തെ ആ കേസിനുള്ള വിധി എന്താണ് എന്ന് അറിയിക്കുവാനായി എല്ലാം റെഡിയായി അത് ആ വിധി പകർപ്പ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാളുവിന്റെ ഓർമ്മയിലേക്ക് അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നും എത്തി. ഗംഗ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതും അതിനുശേഷം അവിടെ നിന്ന് ആരോ തന്നെ തട്ടിക്കൊണ്ടുപോയതും ആ തട്ടിക്കൊണ്ടുപോയ വീട്ടിൽ നിന്ന് താൻ രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടതും അങ്കിൾ എന്ന് വന്ന് അവിടെ വഴിയിൽ വെച്ച് കണ്ട ആളുടെ പിന്നിൽ ചെന്ന് അങ്കിളെ എന്ന് വിളിക്കുകയും ഗൂഗിളാണെന്ന് കണ്ട് അവിടുന്ന് ഭയന്ന് കുഞ്ഞ് ഓടിയതും പിന്നീട് മോളെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ ആ പൊട്ടക്കിണറ്റിലേക്ക് തന്നെ ഗൂഗിൾ വലിച്ചെറിഞ്ഞതും ഒക്കെ മാളുവിന്റെ ഓർമ്മയിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ അതെല്ലാം മാളു ഓർത്തെടുത്തു. ഈ സമയത്ത് മാളുവിന്റെ ഓർമ്മയിലേക്ക് അതെല്ലാം വന്നതിന് ശേഷം അക്കാര്യം ഓർത്തു നിന്ന മാളു ഉടനെ ജഡ്ജി ഇരുഭാഗം വക്കീലിന്റെയും വാദങ്ങൾ കേട്ടതിന് ശേഷം വിധി പറയാൻ ഒരുങ്ങുകയും ഈ കേസിന്റെ പ്രധാന സാക്ഷിയായ മാളവികയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാത്തതിനാൽ കുട്ടിക്ക് നടന്ന സംഭവങ്ങളെക്കുറിച്ച്
ഓർമ്മ തിരിച്ചു കിട്ടാത്തതിനാൽ ഈ കേസിന്റെ വിധി ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞത് ഉടനെ തന്നെ മാളു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പറയാം, എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഗംഗയും മഹിയും വലിയ സന്തോഷത്തിലായി. ഉടനെ ഇന്ദ്രനും അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ മാളു വിശദമായി പറഞ്ഞു, അന്ന് എന്നെ ഗംഗ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഗംഗ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ കയ്യിൽ നിന്ന് രാത്രിയിൽ ഞാൻ രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് നകുല് എന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് മാളൂട്ടി അറിയിച്ചു. അത് കേട്ടതോടെ ഗംഗയും മഹിയും ആകെ ഞെട്ടി. ഉടനെ സത്യങ്ങളെല്ലാം മോള് വിളിച്ചു പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് ഗോകുലും ഗൗതമിയും ആകെ നിരാശയിലായി. ഉടനെ തന്നെ ഗൗരിയും വലിയ സന്തോഷത്തിലായി. അപ്പോഴേക്കും മാളു വിളിച്ചു പറഞ്ഞു, ഗംഗ എൻ്റെ അമ്മയാ, മഹി എൻ്റെ അച്ഛനും, എനിക്കെൻ്റെ അച്ഛൻ്റെയും ഗംഗയുടെയും കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് മാളു കോടതിയിൽ തൻ്റെ അച്ഛനെയും ഗംഗയെയും മാത്രമാണ് തനിക്ക് ഇഷ്ടമെന്ന് അറിയിച്ചു. ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനും എൻ്റെ ഗംഗയുമാ, എനിക്ക് അവരുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് മാളു ജഡ്ജിയോട് തൻ്റെ മനസ്സിലെ ആഗ്രഹം തുറന്നടിച്ചു. അങ്ങനെ മാളുവിൻ്റെ ആ മൊഴി കേട്ട ജഡ്ജി യഥാർത്ഥത്തിൽ മാളുവിൻ്റെ അവകാശികൾ ആരാണെന്നുള്ള സത്യം ബോധ്യപ്പെട്ടു. ഉടനെ വക്കീലിന് വാദങ്ങളെല്ലാം ഇതോടെ അവസാനിപ്പിക്കാമെന്നും അവിടെ എല്ലാവരും പരസ്പരം പല സംശയങ്ങളും ആരോപിക്കുന്നത് കേട്ട് ഉടനെ ജഡ്ജി പറഞ്ഞു, ഇപ്പോഴത്തെ കേസിന് ഇതോടെ വിധിയായി കഴിഞ്ഞു. കുട്ടിയുടെ ആഗ്രഹപ്രകാരവും കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും കുട്ടി അവളുടെ സ്വന്തം അച്ഛനായ കുഞ്ഞിൻ്റെ അച്ഛനായ മഹേശ്വർ എന്ന മഹിയുടെയും മഹിയുടെ ഭാര്യയായ ഗംഗയുടെമൊപ്പം കുഞ്ഞ് കഴിയുന്നതിനുള്ള എല്ലാ അധികാരങ്ങളും ഇതിനാൽ തീർപ്പാക്കിക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിധി ജഡ്ജി പ്രഖ്യാപിച്ചു. ആ വിധി കേട്ടതോടെ ഗൗതമിയും ഗോകുലും ആകെ തകർന്നു. ഉടനെ ഗംഗയും മഹിയും ശ്രീ മഹേശ്വരൻ അവരുടെ പ്രാർത്ഥന കേട്ടതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഗംഗയുടെ അരികിലേക്ക് മാളൂട്ടി വേഗം ഓടിപ്പോകുന്നു. ഗംഗയെ എന്ന് വിളിച്ച് വേഗം മാളു മഹിയുടെയും ഗംഗയുടെയും മടിയിലേക്ക് ചെന്ന് കയറുന്നു. അങ്ങനെ മാളു ഇരുവരുടെയും തോളിൽ കൈയിട്ട് രണ്ടുപേരെ നടുവിലായി അങ്ങനെ കയറിയിരിക്കുമ്പോൾ മാളുവിനെ മാറി മാറി ഗംഗയും മഹിയും ഉമ്മ കൊടുത്തു. ഈ കാഴ്ച കണ്ട് കലിയോടെ ഗോകുലും ഗൗതമിയും നോക്കി നിന്നു. ഉടനെ ജഡ്ജി പ്രഖ്യാപിച്ചു, കുഞ്ഞിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ നകുൽ എന്ന ആ പ്രതിയെ ഉടനെ തന്നെ നിയമപാലകർ പിടികൂടണമെന്നും കോടതി ഇതിനാൽ ഉത്തരവിട്ടുകൊള്ളുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ജഡ്ജി ആ വിധിയും അറിയിച്ചു. അതിനുശേഷം ഗൗതമിയും ഗോകുലും അവരുടെ വക്കീലിനോടൊപ്പം കേസ് തോറ്റതിന്റെ നാണക്കേടിൽ വേദനയോടെയും കരിയോടെയും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് മഹിക്കരികിലേക്ക് എത്തിയ ഇന്ദ്രൻ സന്തോഷത്തോടെ ഷേക്ക് ഹാൻഡ് നൽകി മാളുവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. അതേസമയം മാളുവിനെ ഗംഗയ്ക്കും മഹിക്കും വിട്ടുകൊടുത്തതിന്റെ നിരാശയിൽ കലിയോടെ ഗോകുലും ഗൗതമിയും ആ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. എല്ലാത്തിനും സാക്ഷിയായി നിന്ന ഗൗരി വലിയ സന്തോഷത്തോടെ തൻ്റെ മോള് വീണ്ടും മഹിയേട്ടൻ്റെയും ഗംഗയുടെ അരികിലേക്ക് എത്തിയതിന്റെ സമാധാനത്തിൽ ഗൗരി പറഞ്ഞു, സന്തോഷമായി മോളെ, മോള് ഗംഗയുടെയും മഹിയേട്ടൻ്റെയും കൂടെ തന്നെ തിരികെ എത്തിയല്ലോ, അതിലേറെ സന്തോഷം ഈ അമ്മയ്ക്ക് വേറെയില്ല എന്ന് പറഞ്ഞ് ഗൗരിയും സന്തോഷത്തോടെ മോളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് തിരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് മഹിയുടെയൊക്കെ കാറിന് മുന്നിലായി നിന്ന് ഗോകുൽ വഴിയിൽ കൈ നീട്ടി അവരുടെ വണ്ടി തടയുന്നു. വേഗം കാറ് നിർത്തിയതും അവർ മുന്നിലേക്ക് കയറി വന്നത് കണ്ട് മഹി മാളുവിനോട് പറഞ്ഞു, മോള് കാറിനകത്തിരുന്നു, അച്ഛനും ഗംഗയും പോയി സംസാരിച്ചിട്ട് വരാം. അങ്ങനെ അവർ ഇരുവരും കൂടി പുറത്തേക്ക് ഇറങ്ങി. ഗോകുലും ഗൗതമിയും മഹിയെയും ഗംഗയെയും കാണുവാനായി കാത്തുനിന്ന പോലെ രണ്ടുപേരും അവരുടെ അരികിലേക്ക് ചെന്നതും ഗോകുൽ പറഞ്ഞു, അതെ, നീ കേസ് ജയിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതുകയൊന്നും വേണ്ട. ഞങ്ങളുടെ മോളെ ഞങ്ങൾ തന്നെ നേടിയെടുക്കും. എൻ്റെ സഹോദരിയെ സ്നേഹിച്ച് വഞ്ചിച്ചവനാണ് നീ. ചതിച്ച് എൻ്റെ ഗൗരിയെ നീ ഇല്ലാതാക്കി. അതുപോലെ എൻ്റെ ഗൗരിയുടെ കുഞ്ഞിനെയും നീ ഇല്ലാതാക്കും. നാളെ നിനക്കും നിന്റെ ഈ രണ്ടാം ഭാര്യയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ മോള് നിനക്ക് അറിയപ്പറ്റാകും. എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വേണം എൻ്റെ മോളുടെ ചോരയെ. എൻ്റെ ഗൗരിയുടെ കുഞ്ഞിനെ എനിക്ക് തന്നെ വേണം. നീ എൻ്റെ കുഞ്ഞിനെ ജീവനെടുത്തവനാണ്. നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കരുത്. നിന്റെ പണത്തിൻ്റെയും നിന്റെ സ്വാധീനത്തിൻ്റെയും പിൻബലത്തിൽ നീ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഒരമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ
നീ എരിഞ്ഞു തീരുകയുള്ളൂ മഹി എന്ന് പറഞ്ഞ് ഗൗതമി മഹിയെ ശപിച്ചു. ഇത് കേട്ടു നിന്ന ഗംഗ പറഞ്ഞു, ഗൗരീശ്വരമ്മേ, മഹിയേട്ടൻ ഒരിക്കലും ഗൗരീച്ചയെ ഒന്നും ചെയ്തിട്ടില്ല. മഹിയേട്ടൻ അങ്ങനെ ചെയ്യാനുമാവില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഗൗതമി ചോദിച്ചു, അത് പറയാൻ നീ ആരടി? എന്റെ മോളുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോ. ജോലിക്കാരിയായി വീട്ടുജോലിക്കാരിയായി വന്നവൾ വീട്ടുകാരിയായി മാറിയേ. ഇനി മേലാൽ നീ സംസാരിച്ചു പോകല്ലേ എന്ന് ഗൗതമി താക്കീത് ചെയ്യുന്നു. ഉടനെ ഗൂഗിൾ പറഞ്ഞു, നിനക്ക് എന്തിനാടാ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് ഗൂഗിൾ ബഹളം ഉണ്ടാക്കുകയും നീ അങ്ങനെ ജയിച്ചുവെന്നും രക്ഷപ്പെട്ടുവെന്നും കരുതണടാ എന്നും വെല്ലുവിളിക്കുമ്പോൾ മഹി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? എനിക്ക് എൻ്റെ പൊന്നു മോളാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്ക് വലുത്. എനിക്ക് എൻ്റെ മോള് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. എൻ്റെ മോളെ എന്നിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയുമില്ല. എൻ്റെ മോളാണ് എൻ്റെ ജീവൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോള് കഴിഞ്ഞിട്ട് മറ്റാരും ഈ ലോകത്തുള്ളൂ എന്ന് മഹി വീണ്ടും ആവർത്തിച്ചവരോട് പറഞ്ഞു. ഇത് കേട്ടതും ഗൂഗിൾ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ നാടകങ്ങൾ നടത്തിയാലും ശരി, ഒരു കാരണവശാലും മാളുവിനെ നിനക്ക് ഞങ്ങൾ തരില്ലടാ. മാളുവിനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാനും നിന്നെ അനുവദിക്കില്ലടാ എന്ന് പറഞ്ഞ് ഗൗതമി ഗംഗയോടും മഹിയോടും വെല്ലുവിളിക്കുന്നു. അതിനുശേഷം നമുക്ക് കാണാം, ഇതോടെയൊന്നും എല്ലാം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കാറുമെടുത്ത് അവർ ഇറങ്ങി. മഹി ഗംഗയുമായിട്ട് തിരിച്ച് കാറിലേക്ക് വന്ന് കയറി. ഈ സമയത്ത് മാളൂട്ടി ചോദിച്ചു, എന്താ അവർ വന്ന് പറഞ്ഞത്? മുത്തശ്ശിയൊക്കെ എന്താ പറഞ്ഞത് എന്ന് അന്വേഷിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞപ്പോ, അല്ല അവരൊക്കെ എന്തിനാ ദേഷ്യപ്പെട്ടത് എന്ന് ചോദിച്ചു. അത് വെറുതെ മോളെ എന്ന് പറഞ്ഞപ്പോ ഉടനെ മഹി ആകെ നിരാശയോടെ ഇരിക്കുന്നത് കണ്ടതും ഗംഗ ചോദിച്ചു, മഹിയേട്ട എന്തെങ്കിലും വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ മഹിയേട്ട പോകുന്നത് എന്ന് മഹിയോട് വേഗം മാളൂട്ടി ചോദിച്ചു. അച്ഛാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഉടനെ മഹി പറഞ്ഞു, നമ്മൾ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ മോളെ എന്ന് ചോദിച്ചതും മാള് പറഞ്ഞു, വീട്ടിലേക്ക് ഇപ്പൊ പോകണ്ടച്ചാ, നമുക്ക് പാർക്കിലേക്ക് പോകാം, അതാ നല്ലത്. പാർക്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, മോളെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം, ഇന്ന് പോണോ എന്ന് ചോദിച്ചതും ഗംഗ ചോദിച്ചു, എന്താ മഹിയേട്ടൻ എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ഒന്നുമില്ല എന്ന് മഹി മറുപടി നൽകി. എന്നാ മോള് പറഞ്ഞ പോലെ നമുക്ക് പാർക്കിലേക്ക് പോകാം മഹിയേട്ട എന്ന് പറഞ്ഞപ്പോ മഹി പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ പോകാം എന്ന് പറഞ്ഞ് മഹി മാളുവിനെയും ഗംഗയെയും കൂട്ടി നേരെ പാർക്കിലേക്ക് വന്നിറങ്ങി. അവിടെ മാളുവിനെയും ഗംഗയെയും കൂട്ടിക്കൊണ്ട് മഹി അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്ന് അങ്ങ് ദൂരേക്ക് നോക്കി കാഴ്ചകളൊക്കെ മാളുവിനെ കാണിക്കുന്നു. ആ കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടെ മാളുവിന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് മഹിയും ഗംഗയും മാളുവും അവർ 3 പേരും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ മൊബൈലിൽ സെൽഫി എടുക്കുന്നു.